كسرا أحمدا فاق الورى أحمدا فاق الورى عليه السلام أفضل صحابتي أنيسهم سرورا سرورا أفضل صحابتي أنيسهم سرورا سرورا أبو بكر صديق الله أبو بكر صديق الله عليه السلام صلوات تسليم على حامي زمرا زمرا ترحيم ترضية ترحيم ترضية عليه السلام تفريق بين حق وباطل قهرا قهرا عمر ولي فاروق الله عمر ولي فاروق الله عليه السلام جامع القرآن أنفق مالا خيرا خيرا جامع القرآن أنفق مالا خيرا خيرا عثمان ذي النورين عثمان ذي النورين عليه السلام قاتل الكافرين ضارب عنقا كسرا كثرا علي حيدر أسد الله علي حيدر أسد الله عليه السلام صلوات تسليم على حامي زمرا زمرا ترحيم ترضية ترحيم ترضية عليه السلام ബഹുമാനികളെ മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ ഹക്ക് കൊണ്ട് നമ്മളൊക്കെ ഈമാനിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരെ ഖൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ച ഈമാനിൽ നിന്ന് നമുക്കും ആ ഒരു ഫضل കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1,24,000 സഹാബാക്കളുണ്ട്. ഈ സഹാബാക്കൾക്കൊക്കെ നബിതങ്ങളുടെ സ്വഭാവം അല്പാൽപായിട്ടുണ്ടാവും. ലോകത്ത് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു ഖൽഖൻ വ ഖുലുഖൻ, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ഏറ്റവും ഉന്നതനാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ നബിതങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് എല്ലാ സ്വഹാബാക്കളിലേക്കും നബിതങ്ങളുടെ സ്വഭാവം അതുപോലെ പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സ്വഹാബാക്കൾ ചില വിഷയത്തിൽ മറ്റ് സ്വഹാബാക്കളെക്കാളെല്ലാം ഒരു വിശേഷണത്തിൽ മികച്ചു നിൽക്കും. ഞാനത് ഇതുവരെ പറഞ്ഞ ദിവസത്തിൽ ഓരോ ദിവസത്തിലെ കാര്യം നോക്കിയാൽ മനസ്സിലാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിന്റെ വിഷയത്തിൽ മറ്റെല്ലാ സ്വഹാബാക്കളെക്കാളും ഉന്നതനാണ്. എല്ലാവരും അവരെക്കാൾ വലുതാണോ ഇവര്, ഇവരെക്കാൾ വലുതാണോ ഇവര് എന്ന് നമുക്ക് തരംതിരിക്കാൻ സ്വഹാബാക്കളെ അളക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ചില വിഷയങ്ങളിൽ ഈമാനിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉന്നതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നൽകുന്ന നബിതങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലാ വിഷയത്തിലും ഏറ്റവും ടോപ്പ് റസൂലുള്ളാഹ്. അവിടെ എത്താൻ ഒരാൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു മഖ്ലൂഖ് എത്തൂല, അങ്ങനെ എത്തിക്കൂല. അള്ളാഹ് അങ്ങനെ പഠിച്ചതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളോ അതുപോലെ തന്നെ നബിതങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ് സ്വഭാവമാണെങ്കിലും ഓരോ വിശേഷണങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉന്നതനാണ്, മറ്റുള്ള സ്വഹാബാക്കളെക്കാൾ ശ്രേഷ്ഠനാണ് ഈമാനിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെ അടുത്ത വിഷയം,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉന്നതനാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉന്നതനാണ്. ഏത് വിഷയത്തിൽ? റഈ, നല്ല അഭിപ്രായം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്ത് മുഹദ്ദിസുകൾ അഥവാ മുൻഗാമികളിൽ ഉണ്ടാകുന്നത് പോലെ, മുൻഗാമികളിൽ നല്ല തോന്നലുകൾ ഉണ്ടാകുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മത്തിൽ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് 11ഓളം ആയത്തുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ച് അല്ലാഹു ഇറക്കിയത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഉമർ തങ്ങളാണ് ഏറ്റവും ഉന്നതൻ. ഇനിയോ ഔദാര്യത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മറ്റ് സ്വഹാബാക്കളെക്കാളെല്ലാം. ഇനി ഇൽമിന്റെ വിഷയത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ വിഷയത്തിലും നബിതങ്ങളുടെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ മഹാനായ സ്വഹാബി വര്യൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഉഹദിന്റെ വേളയിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടപ്പോ എല്ലാവരും പറഞ്ഞു, ശത്രുക്കൾ വരെ പറഞ്ഞു, ഖുതില മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് കൊല്ലപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരും വിചാരിച്ചെന്താ, ഇബ്ലീസും പറഞ്ഞു, അങ്ങനെ ആഘോഷിച്ചു. അപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഒന്ന് തളർന്നുപോയത്. നബിതങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിമീങ്ങൾ തളർന്നുപോയി, അവരാകെ പകച്ചുപോയി. ഇതാ ഉണ്ടായത് ഉഹദിന്റെ വേളയിൽ. പക്ഷേ അത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാരണം മുഖസാദൃശ്യം നബിതങ്ങളോട് അല്പമുണ്ട്. അങ്ങനെ സ്വഹാബാക്കൾ എല്ലാവരും നബിതങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ മറ്റെല്ലാവരെക്കാളും മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അത് സ്വഭാവത്തിൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെ ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, നമുക്കറിയാം ബദരീങ്ങളിൽ പെട്ട ആളല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അല്ലേ? എന്നാ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തൊരു സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നാം മജ്‌ലിസിനൂർ ചെല്ലുന്ന സമയത്ത് ചെല്ലൂലേ, അബൂബക്കർ ഉമർ ഉസ്മാൻ സുമ്മ ഹൈദർ നസ്ലുൽ ഔഫിൻ ആമിർ വതൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ ഉസ്മാൻ തങ്ങൾ ബദറിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടു. ബദറിൽ പങ്കെടുക്കാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പല ചരിത്രങ്ങളും നോക്കിയാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. പക്ഷേ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി എണ്ണുമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബദറിന്റെ സമയത്ത്, ബദറിലേക്ക് പോകുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളായ റുഖയ്യ ബീവിക്ക് സുഖമില്ലാതെ കിടപ്പായിരുന്നു. അപ്പോ നബിതങ്ങളുടെ മോളും റസൂലുള്ളാഹിന്റെ ഭാര്യയായ റുഖയ്യ ബീവി മരണത്തിനോട് മല്ലടിക്കുന്ന രോഗമായിരുന്നു. മോയിൻകുട്ടി വൈദ്യർ ആ വിഷയം പറയുന്നുണ്ട്. ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കന്നാൾ ദീനം ആമേ മികന്ത് ഫാരിത്തെ മൂലം ദിന്നൂറൈനിയോരാ പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ മദീനയിൽ നിൽക്കാൻ പറഞ്ഞു. കാരണം റുഖയ്യ ബീവിനെ ശുശ്രൂഷിക്കാൻ. അതുകൊണ്ട് എന്തായി, ഗനീമത്ത് യുദ്ധം മുതൽ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ബദരീങ്ങളോട് പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഇഫ്അലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, വഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്കെല്ലാം പുറത്തു തന്നു. ബദരീങ്ങളോട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്, എല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ ഇഷ്ടം പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ അത്രമാത്രം ഗ്യാരണ്ടി നൽകിയ ഒരു വിഭാഗമാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ കൂട്ടത്തിൽ ആരുണ്ട്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? റസൂലുള്ളാഹി നിർത്തിയിട്ട് പോയതാ. ഇങ്ങനെ കുറെ ചരിത്രം നോക്കിയാലേ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഒരു ബൈഅത്ത് ഉണ്ടായിരുന്നു, ഒരു മരത്തിന്റെ ചോട്ടിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നാണ്. കാരണം മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400ഓളം സഹാബാക്കളും ഉംറക്ക് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു.
മദീനയിൽ നിന്ന് ഉംറക്ക് പോയി മക്കയിലേക്ക് ഉംറക്ക് പോകുന്ന സമയത്ത് ആദ്യം മക്കയിലെ സ്ഥിതി വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എവിടത്തേക്ക് അയച്ചു? മക്കയിലേക്ക് അയച്ചു. അപ്പം വിവരം ഫോണില്ലാത്ത കാലം അല്ലെ, കത്ത് എഴുതി കഴിഞ്ഞാൽ എത്തൂല, കത്ത് കിട്ടാനും പണിയാണ്. എവിടെ എത്തിയത്? യാത്ര പോകുമ്പോൾ രണ്ടാള് യാത്രയിലാണ്, എവിടെ ഒന്നും വിവരം അറിയില്ല. പക്ഷെ ദൂതന്മാർ വഴി ചില വിവരങ്ങൾ അറിയുന്നു. അവസാനം പറഞ്ഞു മക്കക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഒരു വാർത്ത വന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ കൊന്നു. മക്കക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു എന്നൊരു വാർത്ത വരുന്നു. ഇത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെയൊക്കെ വട്ടത്തിൽ ചേർത്ത് നിർത്തി, ഒരു മരത്തിന്റെ ചോട്ടിൽ ചേർത്ത് നിർത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു ബൈഅത്തിന്റെ ബൈഅത്ത് റിദ്വാൻ. എല്ലാവർക്കും അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയ സഹാബാക്കളെ പ്രത്യേകം അല്ലാഹു ഒരു തൃപ്തി നൽകിയ ഒരു ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്ന ഒരു ബൈഅത്തുണ്ട്. ആ ബൈഅത്ത് ആരൊക്കെ പെട്ടിട്ടുണ്ടോ അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് തീർച്ചയായും അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയവരാണെന്ന് ഖുർആനിലെ ആയത്തിറങ്ങി. ലഖദ് റളിയല്ലാഹു അലൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത മരത്തിന്റെ ചോട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്ത ആളുകളില്ലേ, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയിരിക്കുന്നു, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിറങ്ങി. ഈ ബൈഅത്ത് നടക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയില്ല, മറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കൈവച്ച് ബാക്കിയുള്ള സ്വഹാബാക്കളൊക്കെ കൈവെക്കുന്ന സമയത്ത് നബി തങ്ങളുടെ മറ്റേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന് പകരമുള്ള കൈയാണെന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് ഈ കൈയാണെന്ന് പറഞ്ഞിട്ട് ഹബീബിന്റെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഉസ്മാന ഫീ ഹാജത്തില്ലാഹ് വഹാജത്തു റസൂലില്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്, കച്ചവടത്തിന് പോയതല്ല, സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ പോയതല്ല. ഹബീബ് പറഞ്ഞു, ഇന്ന ഉസ്മാന ഫീ ഹാജത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആവശ്യത്തിനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആവശ്യത്തിനും വേണ്ടി പോയതാണ്. അതുകൊണ്ട് ലഖദ് റളിയല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ ബൈഅത്തുണ്ടല്ലോ, ആ ബൈഅത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉൾപ്പെട്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പങ്കെടുക്കാതെ അല്ലെ, ഒന്നിനും പങ്കെടുത്തില്ല. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, പക്ഷെ ബദരീങ്ങളാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തില്ല, പക്ഷെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത പ്രതിഫലം ഇത് അല്ലാഹു പ്രത്യേകം നൽകിയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ദിന്നൂറൈൻ എന്നൊരു പേര്, ദിന്നൂറൈൻ, രണ്ട് നൂറുള്ള. നമ്മള് ഖുത്ബയിൽ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നുണ്ട്, നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ സയ്യിദുൽ അഖ്താൻ, സയ്യിദുൽ അഖ്താൻ, മരുമക്കളുടെ നേതാവ് എന്നതിന്റെ അർത്ഥം. മരുമക്കൾ എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളാറല്ലേ, പുതിയാപ്പിളാരുടെ നേതാവാണ് ആര്? അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മക്കളെ കല്യാണം കഴിച്ച ആളാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. റുഖയ്യ ബീവി ബദർ കഴിഞ്ഞ് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലെത്തുമ്പോഴത്തേക്കും റുഖയ്യ ബീവി വഫാത്തായിട്ട് ഖബറടക്കം കഴിഞ്ഞിരുന്നു. നബി തങ്ങള് 6 മക്കൾ ജീവിതകാലത്ത് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് നബി തങ്ങളുടെ 6 മക്കളും വഫാത്തായിരുന്നു. എത്ര അല്ലെ നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ പരീക്ഷണത്തിന്റെ അടുത്ത് നമുക്കൊന്നും ഒരു പരീക്ഷണമല്ല. അങ്ങനെയല്ല പറഞ്ഞത് അള്ളാഹു, അങ്ങനെ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു, ഞാൻ എന്താകും നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും, പേടി കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹിന്റെ ഹബീബിനെ പേടി കൊണ്ട് പരീക്ഷിച്ചില്ലേ? ചുറ്റും ശത്രുക്കൾ വളയാട്ട് നടുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലിരിക്കുക, ശത്രുക്കൾ മുകളിലേ പോവുക. ഈ പരീക്ഷണത്തിൽ അള്ളാന്റെ റസൂലിന് പേടിയില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ കൂടെ ഇല്ലേ എന്നൊരു പേടി. ഇതുപോലെ മുഅ്മിനെ നിന്നെയും പരീക്ഷിക്കും, ശത്രുക്കളൊക്കെ ഇതാക്കും. അപ്പൊ അള്ളാന്റെ കൂടെ ഇല്ലേ
എന്നൊരു ബോധം നിനക്ക് വേണം. ഇത് അല്ലാഹു പറഞ്ഞ വലനബലുവന്നകും എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം പരീക്ഷിക്കുന്നതാണ്. നബലുവന്നകും എന്ന് പറഞ്ഞാൽ തന്നെ നാം പരീക്ഷിക്കും. വലനബലുവന്നകും എന്ന് പറഞ്ഞാൽ സഖീറാന്റെ നൂന് കടത്തിയിട്ടല്ലേ അങ്ങനെയല്ല. അപ്പോ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. ഉറപ്പന്നെ പരീക്ഷിക്കും. അത് എപ്പോഴും പരീക്ഷിച്ചാലായി എന്നല്ല. ബിശൈഇൻ മിനൽ ഖൗഫ്, പേടി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ ജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തില്ലാതെ പരീക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് ഹബീബിനെ പരീക്ഷിച്ചു. അപ്പോഴും നബി തങ്ങൾ പിടിച്ചു തിന്നു. പച്ച ഇലയുടെ നീരായിരുന്നു കഴിച്ചത്. 4 കൊല്ലം ശഅബ് അബീ താലിബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച ഇലകളെ മക്കക്കാർ ബഹിഷ്കരിച്ചു. ബനൂ മുത്തലിബും ബനൂ ഹാഷിമിനെയും ബഹിഷ്കരിച്ചു. അവരോട് കച്ചവടം പാടില്ല, അവരോട് ഇടപാട് പാടില്ല, അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഹബീബും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കുടുംബവും സഹാബാക്കളും പട്ടിണി കിടക്കേണ്ടി വന്നു. പച്ച ഇലകൾ തിന്നിട്ട് ചില സഹാബാക്കൾ പറയുന്നു, ആട് കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു ഞങ്ങൾ കാഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമ്മൾ ആലോചിക്കാൻ കഴിയുന്നുണ്ട്. പച്ച ഇല വിശന്നിട്ട് കഴിയാതെ പച്ച ഇല പഠിച്ചിട്ട് തിന്ന ആട്ടിന്റെ കാഷ്ടം പോലെയായിരുന്നു കാഷ്ടം. അങ്ങനെ കഷ്ടപ്പെട്ടു ആര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഇങ്ങനെ കരളിന്റെ കഷ്ടം ഇങ്ങനെ വായിൽ നാവ് കൊണ്ട് പറയും, ഇത് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടാവില്ല താരേക്ക്. ഇതാണ് നമ്മളെ അവസ്ഥ. ഇതുവരെ ഈ ഇപ്പുറത്തേക്ക് ഈ മുത്തുനബി ഇറങ്ങിയിട്ടുണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. സമ്പത്തില്ലാതെ പരീക്ഷിക്കും. ശരീരത്തിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ മരിച്ചിട്ടും അതുപോലെ തന്നെ രോഗം കൊണ്ടും പരീക്ഷിക്കും. ഇത് അല്ലാഹു പറഞ്ഞു. 6 മക്കള് ജീവിതകാലത്ത് തന്നെ 6 മക്കള് മരണപ്പെട്ടു. നമുക്കിപ്പോ പറയുമ്പോൾ ചരിത്രം പറയാൻ എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6 മക്കള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്താകുക. ഇത് എങ്ങനെ താങ്ങാൻ കഴിയും? താങ്ങാൻ കഴിയാത്ത ദുഃഖമായിരിക്കൂലേ? പക്ഷേ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. ഇതാണ് അതിന്റെ ലാസ്റ്റ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് റുഖയ്യ ബീവി ബദറിന്റെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് നോക്കണേ, ബദറിന്റെ വിജയം ആഘോഷിക്കുന്ന സന്തോഷവേളയിൽ മദീനയിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട മകളെ ഖബറടക്കിയിട്ട് ആളുകൾ പിരിയുന്നതാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമുഖീകരിച്ചത്. അതുകൊണ്ടാണ് റുഖയ്യ ബീവിക്ക് ശേഷം ഉമ്മു കുൽസൂം എന്ന തന്റെ മകളെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് 2 പ്രകാശമുടയാള് ദിന്നൂറൈൻ, അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ദിന്നൂറൈൻ, 2 പ്രകാശം. നബി തങ്ങളുടെ പ്രകാശമല്ലേ, ഖിത്വാത്തല്ലേ, ഒരു കഷ്ണമല്ലേ? അങ്ങനെയുള്ള 2 പ്രകാശം കിട്ടിയ ഒരാള് ആ നബി തങ്ങൾക്കൊരു കൈയുണ്ട്. ആ കൈ നൽകുന്ന ധർമ്മത്തിന്റെ 10 മാത്രം ഈ കരക്ക് അല്ലാഹു നൽകിയാൽ അലാ ബർരി കാനൽ ബർറു അൻദാ മിനൽ ബഹരി, കടലിനേക്കാളും ഉന്നതിയായിരുന്നു ഈ കര. റസൂലുള്ളാഹിന്റെ ധർമ്മത്തിന്റെ 10 കരക്ക് കിട്ടിയില്ലെങ്കിൽ കര കടലിനെ തോൽപ്പിക്കുകയായിരുന്നു. അത്രയും ധർമ്മാണ് അല്ലേ? നബി തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശത്രുക്കൾ വരെ പറഞ്ഞു അങ്ങനെയാ, ദാരിദ്ര്യത്തിനെ പേടിക്കാതെ കൊടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യത്തിനെ പേടിയില്ല, കൈമുള്ളത് കൊടുക്ക, മൊത്തം കൊടുക്കലെന്നെ. ഈ റസൂലുള്ളാഹിന്റെ ഈ സിഫത്തിൽ നിന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ മികച്ചു നിൽക്കുന്ന സ്വഭാവം അതായതുകൊണ്ട് തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധർമ്മത്തിന്റെ കാര്യത്തിൽ ഈ ഉമ്മത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അടുക്കാൻ ഒരാളില്ല.
ജയ്ഷുൽ ഉസ്റ എന്ന് പറഞ്ഞിട്ട് തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരൾച്ചയുടെ കാലമാണ്, പട്ടിണിയുടെ കാലമാണ്, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്താണ്, നല്ല ചൂടിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് യുദ്ധം അനിവാര്യമായ ഘട്ടത്തില് ഹബീബ് യുദ്ധത്തിൽ പുറപ്പെടുന്ന സമയത്ത് യുദ്ധത്തിന് വേണ്ടി സഹായിക്കാൻ സഹാബാക്കളോട് പറഞ്ഞപ്പോ സഹാബാക്കളെല്ലാം കയ്യിലുള്ള ഈത്തപ്പഴമാണെങ്കിൽ അല്പം ഒരു പൊതി ഈത്തപ്പഴമാണെങ്കിൽ അത് കൊണ്ടുകൊടുക്കുന്ന സമയമാണ്. ഓരോ സാപത്തും ഒരു കിഴിയാണെങ്കിൽ ഒരു പൊടിയാണെങ്കിൽ 10 എണ്ണമാണെങ്കിൽ 10 എണ്ണം ഹബീബിന്റെ ചാരത്തെത്തിക്കുന്ന സമയത്ത് റസൂലുള്ള മിമ്പറിൽ നിന്ന് പറയുന്നു, സഹാബാ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയാ, അതുകൊണ്ട് സഹായിക്കണേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ഉടനടി പറഞ്ഞല്ലോ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, യാ റസൂലല്ലാഹ്, എന്റെ വക 100 ഒട്ടകവും അതിന്റെ ഒരു ഒട്ടകപ്പുറത്ത് 2 ഒട്ടകക്കട്ടിലുകളും യാത്രക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളോടുകൂടി 100 ഒട്ടകങ്ങൾ ഞാൻ തരാം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞപ്പോ മിമ്പറിന്റെ മുകളിൽ നിന്ന് വീണ്ടും പറയുകയാണ്, വീണ്ടും പറയുന്നു, നിങ്ങൾ സഹായിക്കണേ. എല്ലാ സഹാബാക്കളോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകത്തിന് ഏറ്റെടുത്തു. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു 100 കാറ് വാങ്ങുന്ന പോലെയാണ്. 100 കാറ് അതന്നെയാണ് 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ. ഒരു 100 കാറ് ഇന്ന് കൊടുക്കുന്നത് പറഞ്ഞാൽ അത്രയും വലിയ പൈസയുള്ള സംഭവമാണ്. അല്ലാണ്ട് 100 ഒട്ടക അതല്ല, അത്രയും വിലയുള്ള ഒട്ടകത്തിന്. കാരണം യാത്രക്ക് ഉപയോഗിക്കുന്ന ഒട്ടകമാണ്. അന്ന് കാറില്ല, മോട്ടോർ സൈക്കിളില്ല. ഇന്നത്തെ പോലെ ഒട്ടകത്തിന് കിട്ടിക്കഴിഞ്ഞാല് ആകെ ഏതെങ്കിലും പാർക്കിൽ വെക്കുക, അല്ലെങ്കിൽ അറുക്ക, പാല് മാത്രം, അതൊന്നുമല്ല. അന്ന് യാത്രക്കും കച്ചവടത്തിനും എല്ലാത്തിനും ഒട്ടകമാണ്. തിന്നാനും കുടിക്കാനല്ലേ, മരുഭൂമിയിലെ യാത്രയിൽ വെള്ളത്തിന് ശേഖരണം, വെള്ളട്ടാങ്കും എല്ലാം ഒട്ടകത്തിലാണ്. അതുകൊണ്ട് ഒട്ടകത്തിന് ഭയങ്കര വിലയാണ്. ആ സമയത്താ പറയുന്നത് 100 ഒട്ടകവും അതിന്റെ മുകളിൽ വേണ്ട ഒട്ടകക്കട്ടിലാണെങ്കിൽ ഒരു യാത്രക്ക് ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതടക്കം ഒരു 100 ഒട്ടകം ഞാൻ തരാൻ നബിയെ എന്ന് പറഞ്ഞു. ഉടനടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറയാൻ തുടങ്ങി. ബാക്കി സഹാബാക്കളോട് പറയാണ്, വീണ്ടും പറഞ്ഞു, നിങ്ങൾ നൽകണേ. തബൂക്കിന്റെ മണ്ണിലേക്ക്, തബൂക്കിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോകുകയാണ്. പെട്ടെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു 200 ഒട്ടകം കൂടെ ഞാൻ തരാൻ നബിയെ, ഒരു 200 ഒട്ടകം കൂടെ എന്റെ വക തരാൻ നബിയെ, അതിലും മുഴുവൻ സാമഗ്രികളും എല്ലാം അടക്കം ഒരു 200 കൂടി തരാൻ നബിയെ. 300ആയി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബാക്കളോട് വീണ്ടും നൽകണേ. കാരണം തബൂക്കിലെ യുദ്ധവേളയിലാണ് പോകുന്നത്, ഭക്ഷണം വേണം, അതുപോലെ തന്നെ വെള്ളം വേണം, യാത്രാ സൗകര്യം വേണം. വീണ്ടും സഹാബാക്കളോട് പറയുമ്പോ ഇതിന്റെ ധർമ്മത്തിന്റെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിന്റെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നതിന്റെ ഫളായിലുകൾ പറയുമ്പോ ഉസ്മാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു 300 ഒട്ടകം കൂടി എന്റെ വക്കത്ത് നബിയെ. തീർന്നില്ല, ഇത്ര ഒരു 300 കൂടെ ഞാൻ കൊടുത്തില്ലേ, ഇനി ഞാൻ മാറി ബാക്കി ആളെ കൊടുക്കുന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മുഖത്തേക്ക് നോക്കിക്കലല്ല. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം. ഞാൻ കൊടുത്ത് അല്ലെ, ഞാൻ 1000 കൊടുത്ത്, മറ്റുള്ള മുഖത്തേക്ക് നോക്കും, ഇങ്ങനെ കൊടുക്കുന്നില്ലേ, ഞാൻ കൊടുത്തതാ, നീ കൊടുക്കുന്നില്ലേ, ഇങ്ങനെ നോക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തെന്താ, കൊടുത്ത് ആദ്യം നിങ്ങൾ കൊടുക്കണേ എന്ന് പറയുന്ന സമയത്ത് ഇതുവരെ കൊടുക്കാത്ത പോലെ ഒരു 200 ഒട്ടകം ഞാൻ തരാൻ നബിയെ. ആദ്യം കൊടുത്ത 100 അവിടെ മറന്നു, അതവിടെ മറന്നു. പിന്നെ കുറച്ചും കൂടെ പറയുന്ന സമയത്തോ ആദ്യത്തെ 100 200 മറന്ന് ഒരു 300 ഒട്ടകം ഞാൻ തരാൻ നബിയെ, എല്ലാ സാമഗ്രികളും എല്ലാ ഒടക്കം തരാന്ന് പറഞ്ഞു. മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, നുറക്കപ്പറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, മാ അലാ ഉസ്മാൻ മാ അമില ബഅദ ഹാദീ, ഇതിനു ശേഷം
ശേഷം ഉസ്മാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും അല്ലാഹുവിന്റെ ശിക്ഷയില്ല. എല്ലാം ഉസ്മാന് പൊറുത്തു കൊടുത്തിരിക്കുന്നു. ഉസ്മാനിന് ഇഷ്ടം പ്രവർത്തിക്കാം, ഉസ്മാനിന് അഫ്ഫാനിന് ഇഷ്ടപ്രകാരം ജീവിക്കാം. ഈ ലോകത്ത് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തത് ബദരീങ്ങൾക്ക് മാത്രമല്ലേ, ബദറിൽ പങ്കെടുത്തവരോട് ആശുപത്രി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വയം സമർപ്പിച്ചവരല്ലേ. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുക്കുന്ന ഓഫർ കഴിഞ്ഞതും വരാൻ പോകുന്ന മുഴുവൻ തെറ്റുകളും പുറത്തു കൊടുത്തിരിക്കുന്നു. ഇനി തെറ്റു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇല്ല, പ്രത്യേക നിബന്ധനകളില്ല. മാഅലാ ഉസ്മാൻ ഇതിന് ശേഷം മറ്റൊരു തെറ്റേരി ഉസ്മാന് തെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തിട്ടില്ല, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. അത് വേറെ കാര്യം. പക്ഷെ അത്രയും ഓഫറാ കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെ ഒരു സ്ഥാനാ കൊടുത്തത്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു തെറ്റില്ല. അതാണ് അത്രയും കൊടുക്കുന്ന, അങ്ങനെയുള്ള ഉദാരതയായിരുന്നു, ഉദാര മനസ്കതയായിരുന്നു, അത്രയും സമ്പത്ത് ചെലവാക്കുമായിരുന്നു, ധർമ്മമായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഭാവം ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞത് ലജ്ജ, നബി തങ്ങളോട് ഏറ്റവും സാദൃശ്യം, നബി തങ്ങൾക്ക് ഭയങ്കര ലജ്ജ. നബി തങ്ങൾ ഈ ഭാഗത്തുള്ള കുടുക്കിടാതെ, അഥവാ ഈ ഭാഗത്ത് എപ്പോഴും വസ്ത്രം അത്രയും സൂക്ഷിക്കും. നബി തങ്ങൾ താടി നേരെ ഒതുക്കാതെ, താടി ഒതുക്കും, ഒപ്പിക്കും, എപ്പോഴും വാർന്ന് വളരെ സുന്ദരനായിട്ടേ നടക്കും. ഒരിക്കൽ ഭയങ്കര ലജ്ജയാണ് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ലജ്ജയിൽ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും കിട്ടിയത്. നല്ല ലജ്ജയുള്ള ആളായിരുന്നു. അത് നല്ല മാന്യന്മാർക്ക് പറഞ്ഞ, മാന്യന്മാർക്കുള്ള ഒരു സ്വഭാവം ലജ്ജ, ആരെ മുമ്പിലും ഒരു ഹയാ ഉണ്ടാകുക, അത് നല്ലതാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. അപ്പൊ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നത് 4ാമത്തെ ആളാണ്. ഇസ്ലാമിൽ ആരും ഇല്ലാത്ത സമയത്ത് ആദ്യം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് വന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, നാലാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലിയ ആബിദായിരുന്നല്ലോ, ഏത് സമയത്തും ഖവ്വാമുൻ ബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ ധാരാളം നിസ്കരിക്കുന്ന മഹാനായിരുന്നു സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വെറുതെ എന്തു ഇഷ്ടം ചെയ്തോന്ന് പറഞ്ഞില്ലേ, ഇഷ്ടമില്ലേ ചെയ്തോന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എന്താ ചെയ്തത്? ഖവ്വാമുൻ ബിൽ അസ്ഹാർ, പാതിരാവിന്റെ പാതിവേളയിൽ എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി നിസ്കരിച്ച് അത്താഴ സമയത്ത് ഖവ്വാം എന്ന് പറഞ്ഞാൽ ധാരാളം നിസ്കരിക്കും, അളവില്ലാതെ നിസ്കരിക്കുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പോരാ, വസവ്വാമുൻ ബിൽ അൻഹാർ, എല്ലാ പകലുകളിലും പരമാവധി പകലുകളിൽ നോമ്പ് നോക്കും. ഇതായിരുന്നു ജീവിതശൈലി, അങ്ങനെയായിരുന്നു. നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുട്ടികൾ കരയുന്നത് പോലെ പൊട്ടി കരയുമായിരുന്നു. അത്രമാത്രം പേടിയായിരുന്നു. നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ എന്തിന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണ് എപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ സയ്യിദ് വിറക്കുണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലത് തങ്ങളിൽ, അതിലുപരിയാണ് ഖബർ കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ ചാരത്തുകൂടി നടക്കുമ്പോ ഖബർ കണ്ടാൽ പിന്നെ പൊട്ടി കരയുകയാ.
കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കണ്ണുനീരൊഴുകി കവിളിൽ ചാലുകൾ രൂപപ്പെട്ടല്ലോ. മഹാനായ ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് ഒരു പാട് തന്നെ വന്നു, കണ്ണീരൊഴുകിയിട്ട് അവസാനം ഖബർ കാണുമ്പോൾ കരയുന്ന സമയത്ത് മറ്റുള്ളവർ ചോദിക്കുന്നു, യാ സയ്യിദി, എന്തേ ഇങ്ങനെ കരയുന്നത്? നരകത്തിനോർത്ത് കരയാറുണ്ട്. ഹബീബ് നരകത്തിനെ കുറിച്ച് പറയുമ്പോ കരയാറുണ്ട്, പക്ഷേ നരകത്തിനോർത്ത് ഖബർ കാണുമ്പോൾ നിങ്ങൾ കരയുന്നത് പോലെ കരയുന്നത് കണ്ടിട്ടില്ല. ഖബർ കാണുമ്പോൾ നിങ്ങൾ എന്തിനായി ഇത്രമാത്രം കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രയ്ക്കുള്ള വഴി ആദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും നഷ്ടമാ. ഖബർ കാണുമ്പോൾ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഹബീബ് ഖബറിന്റെ അവസ്ഥകൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബാ. ഖബറിൽ ആദ്യമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പോകുന്ന സ്ഥലം ഖബറല്ലേ. അതുകൊണ്ട് ഖബറിൽ ഒരാൾ വിജയിച്ചാൽ പിന്നെ നരകത്തിനെ പേടിക്കണ്ട, മഹ്ശറിലെ അദാബിനെ പേടിക്കണ്ട, പിന്നെ സുഖമാ, പിന്നെല്ലാം മെച്ചമാ, പിന്നെ രക്ഷയാ. എന്നാൽ ഖബറിലെങ്ങാനും ഒരു മനുഷ്യൻ പരാജയപ്പെട്ടാൽ അവ്വലു മനാസിലിൽ ആഖിറ, അവ്വലു മൻസിലത്തിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടായ ബർസഖിയായ ജീവിതത്തിന്റെ ഖബറിലെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ മഹ്ശറിൽ പരാജയമാ, പിന്നെ അങ്ങോട്ട് മുഴുവനും പരാജയമാ. ഇതോർത്തിട്ടാണ് ഞാൻ ഖബർ കാണുമ്പോൾ പറയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതായിരുന്നു ഉസ്മാൻ തങ്ങൾ എപ്പോഴും കരച്ചില്. എന്തിനാ? ഖബർ കാണുമ്പോൾ കരയും. അത്രയും മുത്തഖിയായി ജീവിച്ചു, അത്രയും പേടിച്ച്, അല്ലാഹുവിനെ പേടിച്ച് പകല് മുഴുവൻ നോമ്പെടുക്കും. അധികവും നോമ്പാ, പിന്നെയോ അധികവും മരണത്തിന്റെ സമയത്ത് വരെ മഹാനവറുകളെ ഷഹീദായി ഉപരോധം തീർത്തിട്ട മഹാനവറുകൾ വഫാത്താകുന്നത്. ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ ഉപരോധം. മുനാഫിക്കുകളും അതുപോലെ തന്നെ പലരും ഉപരോധം തീർത്തു, വീട് ചുറ്റി വളഞ്ഞു, ഒരാളെ അടുക്കാൻ വിട്ടിട്ടില്ല ഒരാളെയും. അല്പം വെള്ളം കൊടുക്കാൻ വേണ്ടി പോന്ന ആളെ ആട്ടിയോടിക്കും. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്നിട്ട് വെള്ളം കൊടുത്ത് ആ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് മുറിച്ചിട്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്ന ചരിത്രം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലിയാർ തങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ച മറ്റൊരു മനുഷ്യൻ വേറുണ്ടായിട്ടില്ല, ലോകത്തില്ല. ഒരു നബിയുടെയും 2 മക്കളെ കല്യാണം കഴിച്ച ഒരാളുണ്ടായിട്ടില്ല. 1,24,000 അമ്പിയാക്കളിൽ ഒരു നബിയുടെ 2 മക്കളെ കല്യാണം കഴിച്ച ഒരാളുണ്ടായിട്ടില്ല. അതാകെ ഒറ്റൊരാളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സ്വർഗത്തിലൊരു വീട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പ്രത്യേക വീടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞു കൊടുത്തതാണ്. ഇത് നോക്കിയ ദുനിയ നമ്മളോടിപ്പം പറയുന്നത്, എന്നോട് പറയുന്നത് എനിക്ക് സ്വർഗത്തിലെ വീട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മതിയില്ലേ, ഇപ്പൊ രക്ഷപ്പെട്ടില്ലേ? അവരെ സ്ഥാനം ഏതാണ് അതാ ആലോചിക്കേണ്ടത്. അവരെ സ്ഥാനം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക, ആരുമില്ലാതെ നബി തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ചില സമയങ്ങളിൽ ഒരു തോട്ടത്തിൽ അതിന്റെ കോട്ടവാതിൽ ഒരു വാതിലൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബൂ മൂസൽ അശ്അരി തങ്ങളാണ് കാവലായി നബി തങ്ങളുടെ ചാരത്ത് എന്തെങ്കിലും സഹായത്തിന് എല്ലാ സമയത്തും സ്വഹാബാക്കൾ ആരെങ്കിലും ഉണ്ടാവും, കൂടെ നിൽക്കും ഒരു ഖിദ്മത്തിന് വേണ്ടി നബി തങ്ങൾക്ക് കാവലായിട്ട്. അല്ലേ, വേറെ പട്ടാളക്കാരനല്ല, ഇത് രാജാവല്ലേ, മദീന ഭരിക്കുന്ന രാജാവല്ലേ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ രാജാവാണ്. പക്ഷെ നബി തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും സ്വഹാബാക്കൾ അവിടെ പോയിരിക്കും. എന്തിനാ? നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ. അവര് ശമ്പളത്തിന് നിൽക്കുന്നതല്ല, അവർക്ക് നബി തങ്ങളെ കൂടെ ഒരു അല്പം കിട്ടിയാൽ അവരെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യതാണ്. അത് തന്നെയല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസൽ അശ്അരി തങ്ങൾ അവിടെ അടുത്തുണ്ട്, ചാരത്തുണ്ട്. പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു,
അബൂ മൂസ ഇപ്പോൾ ഒരാൾ വരും കേട്ടോ, ആ മനുഷ്യൻ സ്വർഗ്ഗക്കാരനാ വരുന്നത്, ഇനി ഇങ്ങോട്ട് വരുന്നാണ് സ്വർഗ്ഗക്കാരനാണെന്ന് പറഞ്ഞു. സ്വർഗം ദുനിയാവിൽ റസൂലുള്ളാഹി പറയാണ്, ഇപ്പം വരുന്നതാണ് സ്വർഗത്തിൽ കിടക്കുന്ന ആളാണ്. പിന്നെ നോക്കൂലേ ആരായിരിക്കും റബ്ബേ, ആരായിരിക്കും റബ്ബേ, എല്ലാവരും നോക്കൂ. അങ്ങനെ ആദ്യമായി വന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആർക്കും സംശയമില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പഠിച്ചിട്ടാ പറഞ്ഞത്, ഞാൻ ഇതാ ഇങ്ങനെയാ സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞു. നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. പിന്നെ വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, അബൂ മൂസ ഇനി ഒരാൾ ഇപ്പം കടന്നു വരണ്ട. നബി തങ്ങൾ വളരെ രസകരമായി പറയാൻ, ഇനി ഒരാൾ ഇപ്പൊ കടന്നു വരുന്നു മൂസ, ആ മനുഷ്യൻ സ്വർഗ്ഗക്കാരനാണ് അബൂ മൂസ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു വീണ്ടും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു. ആരായിരിക്കും ആ ഭാഗ്യവാൻ? ഹബീബിന്റെ വായിൽ നിന്ന് ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗത്തിന്റെ അവകാശം നേടിയെടുക്കുന്ന ആ ഭാഗ്യവാൻ അറിയാൻ കാത്തു നിൽക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അതും സ്വർഗ്ഗക്കാരൻ തന്നെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ അടുത്ത ആൾ വരും കേട്ടോ. അപ്പം കാത്തു. ഇവർ രണ്ടാളും എന്തായാലും സ്വർഗ്ഗക്കാരനെന്ന് റസൂലുള്ളാഹി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആളായിരിക്കും. ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് തന്നെ സ്വർഗ്ഗം വാഗ്ദത്തം നൽകിയ സ്വർഗ്ഗക്കാരനാണെന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലെ വീട് വരെ കാണിച്ചു കൊടുക്ക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലികുല്ലി നബിയ്യിൻ റഫീഖാ, എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു ചങ്ങാതി ഉണ്ടാകും. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു ചങ്ങാതി ഉണ്ടാകും. വറഫീഖി ഫിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചങ്ങാതി സ്വർഗ്ഗത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരിക്കുന്നു. അത്രയും സ്ഥാനം അല്ലാഹു ഈ ദുനിയാവിൽ തന്നെ നൽകിയതാണ്. അർശിന്റെ ഭാഗത്ത് നിന്നാണ് ദിന്നൂറൈനി എന്ന് പേര് വന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാന്റെ ഭാഗത്ത് നിന്ന് വന്ന പേരാണ് ദിന്നൂറൈനി. രണ്ട് നൂറിന്റെ ഉടമാണ് അള്ളാന്റെ ഭാഗത്ത് നിന്ന്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇവരൊക്കെ മുസ്ലിമായി റസൂലുള്ളാഹിപ്പരം കൂടി എന്നുള്ളത് അവിടെ ആ സമയത്ത് അള്ളാന്റെ അജല് നേരത്തെ അള്ളാഹ് തീരുമാനിച്ച കാര്യം. ഇതൊക്കെ എല്ലാം അങ്ങനെയാണല്ലോ. പക്ഷെ അള്ളാഹു നേരത്തെ തെരഞ്ഞെടുത്തവരാണ്. ഈ സ്ഥാനം ആരാഗ്രഹിച്ചെന്നറിയോ? മൂസാ നബി ആഗ്രഹിച്ച സ്ഥാനമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂലിന്റെ സഹാബിയായി കൂടെ കൂടാന് മറ്റെല്ലാ അമ്പിയാക്കളും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനം അമ്പിയാക്കൾ ആഗ്രഹിച്ച സ്ഥാനം. അതുകൊണ്ട് ആ സ്ഥാനത്തെത്താൻ ഇനി ദുനിയാവിൽ ഒരാൾക്കും കഴിയൂല. ദുനിയാവിൽ ഒരു വലിയനും കഴിയൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ സ്ഥാനത്തെത്താൻ ഒരാൾക്കും കഴിയൂല. അവർക്ക് അത്രമാത്രം വലിയ സ്ഥാനം. ആ സ്വഹാബത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റവും മികച്ചു നിന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് റഈന്റെ അഭിപ്രായം പറയുന്ന വിഷയത്തിൽ ഏറ്റവും മികച്ചു നിന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത് ധർമ്മത്തിന്റെ കാര്യത്തിൽ മികച്ചു നിന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ തന്നെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് ഇൽമിന്റെ കാര്യത്തിൽ മികച്ചു നിന്നു. ഇങ്ങനെ സ്വഹാബാക്കൾ എല്ലാവരും ഉന്നതർ തന്നെയാണ്. പക്ഷെ എല്ലാ സ്വഹാബാക്കളും മുത്തഫഖുൻ ഒന്നിച്ച് പറഞ്ഞതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും സ്ഥാനത്തുടമ എന്ന്. കാരണം നബി തങ്ങളെ അടുത്ത ഇമാമായി നിശ്ചയിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നെ എപ്പോഴും കൂടെ പറയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരെങ്കിലും അബൂബക്കറിനെ ദേഷ്യം പിടിപ്പിച്ച എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. പിന്നെ ഉമർ തങ്ങൾക്കാണ്. പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ആ ഒരു സ്ഥാനം, അത് എല്ലാ പദവിയും അള്ളാഹു നൽകിയതാണ്. അള്ളാഹു അവരെ പദവിയെ ബഹുമാനിക്കാൻ, അവരോടുള്ള അദബ് പാലിക്കാൻ, അതിനനുസരിച്ച് അവരെ ഖൽബിൽ സ്നേഹം വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അള്ളാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ ഈ മജ്ലിസ്, ഞങ്ങൾ ഈ ഇരുന്നത് അള്ളാഹുവേ നിന്റെ മഹാന്മാരായ സഹാബാക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞു, ഇൽമു പറഞ്ഞു, റമളാനിന്റെ നോമ്പ് നോറ്റിട്ട് നിന്റെ പള്ളിയിൽ ഇരിക്കുന്നതാണ് റഹ്മാനെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാഹ്, നീ സ്വീകരിക്കണേ അള്ളാഹ്. നീ ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്.
അല്ലാഹുവേ ഇരുലോകത്തും നൽകണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ ഖൈർ നൽകണേ റഹ്മാനെ. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഓൺലൈനായി കാണുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അവരൊക്കെ പല ഹാജാത്തുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. റഹ്മാനായ അല്ലാഹ് അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികളുടെ റബ്ബേ ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും റബ്ബേ നിന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, റബ്ബേ ഞങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര് മുഴുവൻ ആളുകൾക്കും റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് റമളാനിനെ അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. റമളാൻ കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിപ്പിക്കണേ റഹ്മാനേ. മുത്ത ഹബീബിനെ സുന്നത്തിലും യഖ്ളത്തിലും കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബിന്റെ സുന്നത്തിനനുസരിച്ച് ഹബീബിനെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവേ മുത്ത ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മഹാന്മാരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ അല്ലാഹ്. ഈ ദീനിന്റെ ഇൽമു പറഞ്ഞത് റബ്ബേ മൻഫഅത്തുള്ളതാക്കണേ അല്ലാഹ്. ഓൺലൈനിലായും ഓഫ്ലൈനിലായും ഇത് കേൾക്കുന്നവർക്ക് റബ്ബേ ഉപകാരം നൽകണേ റബ്ബേ. ഈമാൻ നിറക്കാനുള്ള സബബാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇഖ്ലാസോടുകൂടി നിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.